ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളിത് ഒരു കല്യാണത്തിന് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ എടുത്ത വീഡിയോ അല്ല, ഇത് ഇക്കുള്ള ടൈമിലെടുത്താണ് കേട്ടോ. ഇപ്പോൾ ഒക്കെ ചെന്നൈയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ കുറേ വീഡിയോസ് ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. അപ്പോൾ അതായത് ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു 11:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ നാട്ടിലായിരുന്നു കല്യാണം. അപ്പോൾ എൻ്റെ ഫ്രണ്ടുമാണ്, ഞങ്ങളുടെ ഒരു നെയ്ബറുമാണ്. അപ്പോൾ അത് ഞങ്ങൾ പകുതി എത്തിയപ്പോൾ എന്തോ മേടിക്കാൻ വേണ്ടിയിട്ട് കടയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിച്ചുമോനിക്ക് ലേസിൻ്റെ പാക്കറ്റ് കണ്ടപ്പോൾ അവനക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ ചൂണ്ടിയിട്ട് കാണിക്കുകയാണ്. അത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അത്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് കല്യാണത്തിന് പോവുകയാണ്. അവിടെ ഹാളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഫാമിലീസും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെയും കുറച്ച് ആൾക്കാരൊക്കെ വരാനുണ്ടായിരുന്നു. അലമാരമ്മ തട്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ കണ്ടത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനിയത്തിയും പിന്നെ എൻ്റെ ഒരു മാമാടെ മോളും കേട്ടോ. അപ്പോൾ നിച്ചുമോന് കുറച്ച് ദിവസം മുന്നേ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലമാരമ്മ തട്ടിയിട്ട് മുഖമൊന്നും അരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അവർ ചോദിക്കുകയാണ് വീണതായിരിക്കില്ലേ ഇതെന്ന് ഒക്കെ പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതായത് നിച്ചുമോന് പാട്ട് കേട്ടപ്പോൾ ഭയങ്കര ആട്ടം, പിടിച്ചിട്ടേ കിട്ടണില്ല. കുട്ടിയുടെ ഇഷ്ടത്തിന് ഭയങ്കര ആട്ടമായിരുന്നു കേട്ടോ. പിന്നെ അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്ന ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, കഴിച്ചവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കുറച്ച് നേരം അവിടെ നിന്ന്. പിന്നെ പെണ്ണിനെ കണ്ട് സംസാരിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അവർ ഫോട്ടോ എടുക്കണൊക്കെ തിരക്കിലായിരുന്നു. അത് കാരണം നിന്ന് സംസാരിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങളെ കൂടെ ഒരു ഇത്തുണ്ട്, അളിയനുണ്ട്, പിന്നെ ഞാനും നിച്ചുമോനും ഒക്കെ കൂടെയാണ് ഇരുന്ന്. ഇത്താടെ ഒരു കുട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിന്ന്. ചെക്കനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, തലേന്നായിരുന്നു നിക്കാഹ് കഴിഞ്ഞത്. അപ്പോൾ അത് കാരണം അവർ കുറച്ച് നേരം വരെ വെയിറ്റ് ചെയ്ത് നിന്ന്. പിന്നെ അവരെ കാണാതായപ്പോൾ പിന്നെ ഞങ്ങൾ പോന്നു. പിന്നെ നല്ല മഴക്കാറും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഉണ്ണീനെയും കൊണ്ട് വണ്ടിമ്മ വരുമ്പോൾ ബുദ്ധിമുട്ടാവും. അത് കാരണം വേഗം പോരെ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടത് നമ്മളെ ഇക്കാടെ വൈഫും, അതായത് മൂത്തുമ്മാടെ മരുമോളും മൂത്തുമ്മാടെ മോള്, പിന്നെ അവരുടെ ഉമ്മ അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ. ബാബിനെയാണ് ഞാൻ ആദ്യം കണ്ടത്. ഇത് പിന്നെ മാമാടെ മോളാണ് കേട്ടോ. അപ്പോൾ അവൾ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ച് കാണിച്ച് തന്നിട്ട് പോവുക. അപ്പോൾ അത് അവരോടൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കല്യാണം നടത്തിയതും ആ ഹാളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കിയിട്ടാണ് ഞങ്ങൾ പോയതും. അപ്പം അതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾക്ക് അത്രയും ദൂരം എത്തേണ്ട കാരണം ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടാവും, യാത്ര ചെയ്ത ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം ഒരേ ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ എപ്പോഴും അങ്ങനെ തന്നെ പോവാറ്, അത്രയും ലോങ്ങിലേക്കൊക്കെ പോകുമ്പോൾ. പിന്നെ അതിന് ശേഷം വീണ്ടും രാത്രി ചായ കുടിക്കാൻ വന്നിട്ട്. രാത്രി ചായ കുടിക്കാൻ വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ മമ്മൂട്ടിയുടെ ടർബോ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ കൂടെ മറ്റേ നാസിലയും സൈഫൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. അവർ ഞങ്ങൾ വേഗം ഇറങ്ങാൻ വേണ്ടിയിട്ട് 9:30 ഷോ എന്നൊക്കെ പറഞ്ഞു, 9 മണിക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ ടൈം വെച്ചിട്ട് അവിടെ എത്തി. അപ്പോൾ നോക്കുമ്പോൾ ഇവർ വന്നിട്ടില്ല. നോക്കുമ്പോൾ 10 മണിക്കായിരുന്നു ഷോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് അവിടെ ഇരിക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് നേരം വരെ അവിടെ ഒരു ചായ കടയിൽ ഇരുന്ന്. അതിന് ശേഷം അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ തിയേറ്ററിലേക്ക് വന്നിട്ടാണ്. അപ്പോൾ പടം കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ആദ്യത്തെ സിനിമ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് അവർ വന്നപ്പോഴും ഞങ്ങൾ കുറേ നേരം വരെ പോസ്റ്റ് അടിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ കയറിയിട്ടാ. ഇപ്പോൾ ഒരു സിനിമ തന്നെ ഒരു സ്മാർട്ട് ഫോൺ എടുക്കും. സ്മാർട്ട് ഫോൺസ് ആണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യുമ്പോൾ അതും വെറും 1 വർഷം കൊണ്ട് മിനിമം +2 ഡിഗ്രി യോഗ്യതയുള്ള കേരളത്തിൽ ഏറ്റവും കൂടുതൽ അംഗീകാരം.
ആ ബക്കറ്റിനാണോ ഇവിടെ കഴിക്കാരനുണ്ടല്ലോ എന്നെടാ വിലകാലെ പൊന്തക്കാട്ടില് വിളി. ഞാൻ സിനിമക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ സിനിമ ആണെങ്കിൽ ഞാൻ ഇല്ല, എനിക്ക് അങ്ങനത്തെ സിനിമകളിനോടൊന്നും താല്പര്യമില്ല. ഞാൻ കാണുന്നത് മറ്റേ ലവ് സ്റ്റോറി അങ്ങനത്തെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെ പിന്നെ കേസന്വേഷണം അങ്ങനത്തെ ഒക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ. പക്ഷേ ഈ സിനിമക്ക് പോയതിന് ശേഷം പറഞ്ഞതാണ്ട് ഞാൻ തിരിച്ചെടുത്ത്. അത്രയും നല്ല സിനിമയായിരുന്നു. കാരണം ഞാനും നാസിലൊക്കെ അവിടെ ഇരുന്ന് കിട്ടിയിരുന്നു. അത്രയും നല്ല, അപ്പുറത്ത് നിന്നിട്ട് വേറെ ആൾക്കാർ കൈയടിക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ നന്നായി എൻജോയ് ചെയ്തു. അത്രയും നല്ലൊരു സിനിമ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇക്കാടെ കൂടെ പോയിട്ട് ഇങ്ങനെ ഒരു നല്ല സിനിമ കണ്ടിട്ട് ഞാൻ എൻജോയ് ചെയ്യണം കേട്ടോ. അത്രയും നല്ല ഇഷ്ടപ്പെട്ട ആ സിനിമ എനിക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തായാലും ഇത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.